നമസ്കാരം, ഞാൻ വിനോ പ്രദീപ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തട്ടടവിലെ 1 തൊട്ട് 4 വരെ ഉള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 തൊട്ട് 8 വരെ ഉള്ളത്. തട്ടടവ് 8 എണ്ണമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5 തൊട്ട് 8 വരെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ നല്ലോണം. എല്ലാം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് കൂടുതൽ മുന്നോട്ട് നല്ല പോലെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ഇതിൽ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5ാമത്തെ അടവ് പഠിക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1ാമത്തെ അടവിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 1ാമത്തെ അടവിൽ നമ്മൾ ഒരു കാലിൽ ഒരു തട്ടാണ് ചെയ്തത്. സെയിം തന്നെ നമ്മൾ 2ാമത്തെ അടവിലും 2 തട്ട് ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് 3 സ്പീഡായിരുന്നു, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 സ്പീഡ് വേണമെന്ന്. അപ്പോൾ നമ്മൾ തേർഡിന് വരുമ്പോൾ നമ്മൾ 3 ബീറ്റ്, അതായത് 3 തട്ട് കാലി ചെയ്യുന്നു. അപ്പോൾ 3ാമത്തെ അടവ് ഓക്കെ ആയി. പിന്നെ 4ന് അതേപോലെ തന്നെ 4 ബീറ്റ്, ഒരു കാലിൽ 4 സ്റ്റെപ്പ് ചെയ്യുന്നു, 4 തട്ട് വരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 5ാമത്തേന് 5 തട്ട് വരുന്നുണ്ട്, 5 പ്രാവശ്യം നമ്മൾ കാല് ചവിട്ടുന്നുണ്ട്. 6ാമത്തേനും 6 പ്രാവശ്യമാണ് ചവിട്ടുന്നത്. 7ാമത്തേന് മാത്രം കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. 8ലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ 5ാമത്തെ അടവാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ 5ാമത്തെ അടവ് നോക്കാനായിട്ട് റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ 5ാമത്തെ അടവ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ 5ാമത്തെ അടവിനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ ഫസ്റ്റ് സ്പീഡിൽ, അതിൻ്റെ തുടർന്ന് വരുന്ന 3 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്പീഡിലായിരിക്കും. അതായത് തെയ്യ തെയ്യ തെയ് തെയ് താം. ഒരു കാലിൽ തന്നെ അങ്ങനെ വരുന്നത്. ഒരു ഫസ്റ്റ് സ്പീഡും അടുത്ത് വരുന്ന 3 സ്റ്റെപ്പുകൾ സെക്കൻഡ് സ്പീഡിലേക്കും പോകും. സെയിം തന്നെയാണ് നമ്മൾ ലെഫ്റ്റിലും ചെയ്യുക. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. തെയ്യ തെയ്യ തെയ് തെയ് താം. 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 അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന 5ാമത്തെ അടവ്. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിനി 6ാമത്തെ അടവിൽ പോവാം. 6ാമത്തെ അടവ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു കാലിൽ 6 സ്റ്റെപ്പ്. അപ്പോൾ ഒരു കാര്യമുള്ളത് 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്, അതായത് തെയ് തെയ് താ, ഒരു ചെറിയ ഗ്യാപ്പ്, തക്ക തെയ് തെയ് താ, അങ്ങനെ ഒരു കാലിൽ. അടുത്ത ലെഫ്റ്റിൽ തെയ് തെയ് താം, തക്ക തെയ് തെയ് താ. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. തെയ് തെയ് താം, തക്ക തെയ് തെയ് താം. 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 തെയ് തെയ് താം.
താം തക്ക തൈ തൈ താം തൈ തൈ താം തക്ക തൈ തൈ താം തൈ തൈ താം തക്ക തൈ തൈ താം തൈ തൈ താം തക്ക തൈ തൈ താം. അപ്പോൾ നമ്മൾ ഇനി ഏഴാമത്തെ അടവിലേക്ക് പോവുകയാണ്. ഏഴാമത്തെ അടവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വ്യത്യാസമുണ്ട് ഏഴാമത്തെയും എട്ടാമത്തെയും. ആ ഡിഫറൻസ് എന്തായിരുന്നു നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇത്രയും 6 വരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്തപ്പോൾ നമ്മൾ ഒരു കാലിൽ മാത്രം, അതായത് നമ്മൾ ഇപ്പുറത്തെ കാലിൽ ചേഞ്ച് ചെയ്തിട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടില്ല. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം സെയിം, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് തന്നെ, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് തന്നെ. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 3 സ്റ്റെപ്പ്, ഏഴാമത്തേൽ ഒരു 3 ചവിട്ടുകൾ റൈറ്റിലും ഒരെണ്ണം ലെഫ്റ്റിലും വീണ്ടും 3 എണ്ണം റൈറ്റിലേക്ക് വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ തെയ് തെയ് താം തക്ക എന്ന് പറയുന്നത് ലെഫ്റ്റിൽ, വീണ്ടും റൈറ്റിലേക്ക് തെയ് തെയ് താം. ഇങ്ങനെയാണ് 7 വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാലുകളൊന്ന് ചേഞ്ച് ചെയ്ത് ചവിട്ടി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. തെയ് തെയ് താം തക്ക തൈ തൈ താം തൈ തൈ 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 താം തക്ക തൈ തൈ താം. ഇങ്ങനെയാണ് ഏഴാമത്തെ അടവ് വരുന്നത്. ഇനി എട്ടാമത്തെ അടവ്. എട്ടാമത്തെ അടവിലും ഇതേപോലെ തന്നെ 2 കാലുകളും മാറി മാറി ചവിട്ടുക കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ തെയ് 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 ധി തി തെയ്. ഇങ്ങനെ ചെയ്യാം. അത് ചെയ്ത് നോക്കാം കേട്ടോ. കാലുകൾ മാറി മാറി ചവിട്ടാൻ പോകണേ. തെയ് 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 ധി തി തെയ് 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 ധി തി തെയ് 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 അപ്പോൾ ഇതാണ് എട്ടാമത്തെ അടവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് തട്ടടവ് മുഴുവൻ പഠിച്ചു. 1 തൊട്ട് 8 വരെയുള്ള തട്ടടവും നമ്മളിന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 8 അടവിൽ ഒരു 3-ാമത്തെ അടവ്, പിന്നെ 8-ാമത്തെ അടവ്, ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു രൂപകം എന്ന് പറഞ്ഞൊരു താളത്തിലാണ്. അത് ആ താളം എന്താണെന്നുള്ളത് നമുക്ക് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വീണ്ടും ഇടാം കേട്ടോ, പിന്നിടാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 3-ാമത്തെ അടവും 8-ാമത്തെ അടവും നമ്മൾ ചെയ്തിട്ടുള്ളത് രൂപതാളത്തിലാണ്. പിന്നെ ബാക്കിയുള്ള അടവുകളൊക്കെ ആദ്യതാളം, അതേപോലുള്ളൊരു താളമാണ് ആദ്യതാളം. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ആദ്യതാളത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതൊരു തിയററ്റിക്കൽ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഇനിയുള്ളൊരു സമയത്ത് അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ അടവുകളെല്ലാം തന്നെ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അതാണ്, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തും പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വരുമ്പോൾ എല്ലാം റെഡി ആയിരിക്കുക.
നമുക്ക് പിന്നെ അടുത്ത് പഠിക്കാനുള്ളത് നമുക്ക് നാട്ടടവാണ്. അപ്പോൾ തട്ടടവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുന്നത് നാട്ടടവാണ്. ആ നാട്ടടവ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായി പറയും, പഠിക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. അതിൽ എത്ര പഠിക്കാൻ പറ്റും, ഒരു 4 പഠിക്കാൻ പറ്റും നമുക്ക് ആദ്യം. അത് നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നൃത്തം ഇഷ്ടപ്പെടുന്നവരിലേക്ക്, അവർക്കൊക്കെ ഇത് കൂടുതൽ ഭയങ്കര ഉപകാരപ്പെടും, അങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.